പാതിവില തട്ടിപ്പ് നിലമ്പൂരിൽ ഇന്ന് ഇരകളുടെ യോഗം നടക്കും. സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകി നിലമ്പൂരിൽ തട്ടിപ്പ് നടത്തിയ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിനെതിരെ 100-ലേറെ പേർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ബിനോയിയെ പിടികൂടാൻ നിലമ്പൂർ പോലീസിന് കഴിഞ്ഞില്ലെന്ന ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി പോലീസും പറയുന്നു. സ്കൂട്ടർ, തയ്യൽ മെഷീൻ, സൈക്കിൾ, ലാപ്ടോപ്പ് എന്നിവ കേന്ദ്ര NGO കോൺഫെഡറേഷന്റെ സഹായത്തോടെ നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ബിനോയ് പാട്ടത്തിൽ നിലമ്പൂരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. സ്കൂട്ടർ ഉൾപ്പെടെ പകുതി വിലയ്ക്ക് നൽകുമ്പോൾ ബിനോയ് ഓരോന്നിനും തന്റെ കമ്മീഷൻ ഇനത്തിലും 3000 രൂപയും തന്റെ കാർഷിക സൊസൈറ്റിയിൽ ഷെയർ ഇനത്തിൽ 2000 രൂപയും വാങ്ങിയിരുന്നു. നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ 100 കണക്കിന് ആളുകളാണ് ഇരയായത്. നിലമ്പൂരിൽ ബിനോയിയുടെ 2 ഓഫീസുകളും പോലീസ് പൂട്ടി സീൽ വെച്ചിരുന്നു. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഓരോ പരാതിയിലും പോലീസ് FIR ഇട്ട് ബിനോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ന് രാവിലെ 11:30 നിലമ്പൂർ PWD റെസ്റ്റ് ഹൗസിലാണ് യോഗം നടക്കുക. പാതിവില തട്ടിപ്പ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യോഗം. യോഗത്തിൽ തട്ടിപ്പിന് ഇരയായവർ, അവരുടെ കുടുംബാംഗങ്ങൾ, പൗരാവകാശ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ ആക്ഷൻ കമ്മിറ്റി വിപുലീകരണം, നിയമ സാധ്യതകളുമായി ബന്ധപ്പെട്ട ആലോചന, മാധ്യമ പ്രവർത്തകർ, പോലീസ്, പൊതുസമൂഹം എന്നിവരെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതിന് വാർത്താക്കുറിപ്പ് തയ്യാറാക്കൽ, വിവരാവകാശ സാധ്യതകൾ, ഭാവി പരിപാടികൾ എന്നിവ ആസൂത്രണം ചെയ്യാൻ കോർഡിനേഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കൽ എന്നിവയാണ് യോഗത്തിന്റെ ലക്ഷ്യമെന്ന് കൺവീനർ ഷിജി സ്വരൂപ് അറിയിച്ചു. നിലമ്പൂരിനെ പിടിച്ചുകുലുക്കിയ കാരാട്ട് കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തട്ടിപ്പിന് ഇരയായ ഇരകളും മുൻപ് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിൽ യോഗം ചേർന്നിരുന്നു. 1200-ലേറെ പേർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും തട്ടിപ്പിന് നേതൃത്വം നൽകി പണവുമായി മുങ്ങിയ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. A+ വിഷൻ, നിലമ്പൂർ. Oh my God. വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's diapers.